എന്താ സൂപ്പർ സ്ഥലം അല്ലേ ഡാളി? ആരടാ? ഹലോ, ഗുഡ് മോർണിംഗ്. അതെ, യാത്രകളുടെ അതിരുകളുടെ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞങ്ങൾ ഇന്നലെ ഇവിടെ എങ്ങനെ എത്തിയെന്നുള്ള കാര്യം പറയാം. ഇന്നലെ ഞങ്ങൾ സാനി പാസ് ലെസോത്തോ എന്ന രാജ്യം സന്ദർശിച്ചു. അതിനുശേഷം തിരിച്ച് സൗത്ത് ആഫ്രിക്ക വന്നിരുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് ഒരു 450 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. 5-6 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സമയം വേസ്റ്റ് ചെയ്തില്ല, നേരെ ഇങ്ങോട്ട് വിട്ടുപോകുന്നു. വീഡിയോസ് എടുത്തില്ല അധികം. ഡാർക്കൻസ്ബർഗ് മൗണ്ടൻ്റെ ഒരു തീരം ചേർന്നാണ് ഞങ്ങൾ വന്നത്. എല്ലാം നല്ല സീനിക്കായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഞാൻ ചെറിയ ചെറിയ ക്ലിപ്സ് നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. നല്ല ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളാണ്. പക്ഷേ ഞങ്ങൾ ഒത്തിരി സംസാരിച്ച് നിങ്ങളെ വെറുപ്പിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എപ്പോഴും നമ്മൾ എത്ര നല്ല സ്ഥലങ്ങളെന്ന് എപ്പോഴും പറയുന്ന കാര്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങളിവിടെ വന്നു. ഞങ്ങൾ ഇന്നലെ ഒരു 8:30 ആയപ്പോഴേക്കും ഇവിടെ എത്തി. ഇത് ഡ്രാഗൺസ് പീക്ക് മൗണ്ടൻ റിസോർട്ട് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടാണ്. വലിയൊരു ഏരിയ. ഞാൻ 2-3 ഷോട്ട്സ് കാണിക്കാം. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഷോട്ട്സൊക്കെ കാണിക്കാം. ക്യാമ്പ് സൈറ്റാണ് ബുക്ക് ചെയ്തത്. ഇതുണ്ടോ, ഈ കാണുന്നതെല്ലാം, ഈ ബ്ലോക്കുകൾ കാണുന്നതെല്ലാം ഓരോ ക്യാമ്പ് സൈറ്റുകളാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു ഇതുണ്ട്. ഇത് നമ്മുടെ പോയിൻ്റ് ഉണ്ട്, അതായത് നമ്മുടെ പവർ പോയിൻ്റ് ഉണ്ട്. 1-2 അധികം കുറച്ച് 3-4 വണ്ടികളേ ഉള്ളൂ. പിന്നെ അവിടെ ഒരു പാർക്ക് കണ്ടു, അവിടെയും ഉണ്ട് ഇഷ്ടംപടി. അപ്പോൾ ഞങ്ങളും ഇവിടെ ക്യാമ്പ് സൈറ്റ് തന്നെയായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രി ഇതുണ്ടോ, റെയിൻ കണ്ടോ, മഴ. ഇന്നലെ അവർ പറഞ്ഞു രാത്രി റെയിൻ ആയിരിക്കും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അവർ തന്നെ നമുക്കൊരു അപ്ഗ്രേഡ് തന്നു. നമുക്ക് അപ്ഗ്രേഡ് തന്നത് കോട്ടേജാണ് തന്നത്. അപ്പോൾ ഞങ്ങൾ ഈ 16 എന്ന് പറയുന്ന കോട്ടേജിലാണ് നിന്ന്. നമ്മുടെ വണ്ടി അവിടെ എൻജിൻ സ്റ്റാർട്ടാക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. നമ്മൾ പാക്കൊക്കെ ചെയ്ത് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ സ്റ്റേയും യാത്രയും? രാവിലെ പിള്ളേർ ഞെട്ടിപ്പോയി. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബബൂൺസ് അല്ല, പ്രോപ്പർ മങ്കി. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ നല്ല രസമുള്ള ക്യൂട്ടുള്ളത് അല്ലേ അവന്മാർ. അല്ലടാ, നമ്മൾ ഡോർ തുറന്നിട്ട് എന്നാടാ, നീ അല്ലടാ കണ്ടത്? എന്നായിരുന്നു? എത്ര എണ്ണം? 2. എന്തെങ്കിലും അടിച്ചുകൊണ്ട് പോയോ? ഇല്ല അല്ലേ? ഭാഗ്യത്തിന് സിയാൻ ചാടി എണീറ്റ് വേഗം കണ്ടു. അപ്പോൾ ഇപ്പോൾ രാവിലെ 9 മണിയാണ്. ഇന്ന് ഞങ്ങൾക്ക് സൗത്ത് ആഫ്രിക്കയിൽ കൂടെ തന്നെ നല്ലൊരു സ്ട്രെച്ച് കവർ ചെയ്യാറുണ്ട്. അതിനു മുമ്പ് ഈ മിഡിൽബർഗ് അല്ലെങ്കിൽ സെൻട്രൽ ഡാർക്കൻസ്ബർഗ് എന്ന് പറയുന്ന സ്ഥലങ്ങൾ സൂപ്പറായിട്ട് കാണാനുണ്ട്. ഈ പ്രോപ്പർട്ടി തന്നെ നമുക്ക് കാണാൻ ഇഷ്ടം പടിയുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് പോവാം. അപ്പം ഞങ്ങൾ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് കാണാം. അപ്പം ഞങ്ങൾ പോകാൻ റെഡിയാവുക. പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വിട്ടാലോ? ഇതുപോലത്തെ ഒത്തിരി യൂണിറ്റ് ഉണ്ട് കേട്ടോ. ഇതിന് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ക്യാമ്പ് സൈറ്റിന് ഏതാണ്ട് നമുക്ക് പെർ ഹെഡ് 250 രൂപ മറ്റാണ് വരുന്നത്. 250 റാൻഡ്, അതായത് രൂപയല്ല, 250. അപ്പോൾ മൊത്തം എല്ലാം കൂടെ വരുമ്പോഴേക്കും ഞങ്ങൾ നോക്കുമ്പോൾ ഒരു 5000 രൂപ അടുത്ത് വരും. അപ്പോൾ അവർ അപ്ഗ്രേഡ് തന്നപ്പോഴേക്കും ഞങ്ങൾക്ക് ഇത് 2 ബെഡ്റൂമായിട്ടുള്ള വലിയ കുഴപ്പമില്ല. ചെറിയ കോട്ടേജ്, അത്ര വലിയ സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും കുക്കറി, ഫ്രിഡ്ജ്, മൈക്രോ ഓവൻ എല്ലാ സംഭവമുണ്ട്. അപ്പോൾ ഇതിന് ഞങ്ങളിപ്പം 1500 കൊടുക്കേണ്ട വന്നു. ഒരു 7500 രൂപ കൊടുക്കേണ്ട വന്നു. പക്ഷേ ഏറ്റവും ഇവിടുത്തെ ലക്ഷറി ആയിട്ടുള്ള ഇതല്ല, സ്റ്റേ അല്ല. ലക്ഷറി സ്റ്റേസൊക്കെ വേറെ ഇഷ്ടംപടിയുണ്ട്. ഇനി അത് കൂടാതെ ഇവിടെ ഇതിൻ്റെ റിസപ്ഷന്, ഇവിടുത്തെ ഒരു ഏരിയ ആംബിയൻസ് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. നമുക്കൊന്ന് പോയി കാണാം. ഇതാരടാ വാ. അപ്പോൾ ഞങ്ങൾ ഡ്രാഗൺസ് പീക്കിലേക്ക് കയറുവാണ്. ഹായ്, മോർണിംഗ്, ഹൗ ആർ യു? താങ്ക് യു. നമുക്കൊന്ന് പോയി നോക്കാം. നമുക്ക് എക്സിറ്റ് പാസ് കിട്ടും. ഓ ബ്യൂട്ടിഫുൾ ചെയ്യാനാ ലുക്ക്. ഇതുണ്ടോ? അതാരാ ഇരിക്കുന്നത്? അനക്കരുത് കേട്ടോ. ഇവിടെ ഒരു സൂത്രം ഇരിപ്പുണ്ടടാ. നമുക്കതിനെ പോയി നോക്കാം. വാ, എനിക്ക് അനക്കരുത്. അല്ലായ്. ഓക്കെ, നിൻ്റെ ഫ്രണ്ട്സ് അനങ്ങല്ലേ, നമുക്ക് പോവാം. അപ്പം ഞങ്ങൾ ഇതിൻ്റെ റിസപ്ഷൻ ഏരിയ ആംബിയൻസൊക്കെ കാണാൻ വേണ്ടി ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പം നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയുടെ നല്ലൊരു വിഷ്വൽ കിട്ടും. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു ഷോട്ട് ഇടാം. നോക്കിയോ, അപ്പോൾ കുറച്ച് ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് നല്ല സിയാനെ ആനിമൽ ലവർ, യു ലൈക്ക് യുവർ ആനിമൽസ്, നൈസ് പ്ലേസ് അല്ലേടാ. വാ, നമുക്കിതിലൊന്ന് നല്ല, ഇവിടെ റെയിൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴ തന്നെയാണ്. നനഞ്ഞ് കുതിർന്ന് കിടക്കുവാണ് എല്ലാ സംഭവങ്ങളും. നല്ല റെയിനുള്ളൊരു പ്രദേശമാണ്. വളരെ സൂപ്പർ ക്വയറ്റാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ റെയിനി സീസൺ ഇവിടെ കൂടുതലും വിൻ്റർ ടൂറിസ്റ്റുകളാണ് കൂടുതലും വരുന്നത്. പക്ഷേ നമുക്ക് ഈ വിഷ്വൽ ഇതുണ്ടോ, നമ്മുടെ ഡാർക്കൻസ്ബർഗ് മൗണ്ടൻ അവിടെ തെളിഞ്ഞ് വരുന്നുണ്ട്. അതിൻ്റെ വിഷ്വൽ നമുക്ക് എടുക്കേണ്ട സിയാനേ.
നമുക്കവിടെ കാണാൻ പറ്റുന്നത് നല്ല മൗണ്ടനിൽ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുക. ഡാർക്കൻസ്ബർഗ് മൗണ്ടൻ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നതേ ഉള്ളൂ. നമ്മൾ റോട്ടിലിറങ്ങി കഴിയുമ്പോഴേക്കും നമുക്ക് വിഷ്വൽസ് കിട്ടുമായിരിക്കും. നീ എന്നടാ നീ ഇത് നോക്കി നിൽക്കുമല്ലേ? പിന്നെ നമ്മുടെ ഇതെന്നാണ് ഹോൺസ് എന്നടാ പറയുന്നത് ഇതിന്? താറാവല്ല, അതിൻ്റെ നീർക്കാക്ക പോലെയോ അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു വെറൈറ്റി. അതിൻ്റെ ആളാണ്. ഇവന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവനത് ഇങ്ങനെ നോക്കിയിരിക്കുക. ഹലോ, മോർണിംഗ്. ഗുഡ് മാൻ. ഐ എം ജസ്റ്റ് ഷോയിങ് എവറിത്തിങ്. ഓക്കെ. ഇവിടെ അവിടുത്തെ റിസപ്ഷൻ ഏരിയ, അതുപോലെ ഇവിടെ ഒരു പബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട്. എവിടെ നിന്ന് എങ്ങോട്ട് ഇറങ്ങി നോക്കിയാലും വ്യൂവിന് ഒരു കുറവുമില്ല. എങ്ങോട്ട് നോക്കിയാലും വ്യൂ ആണ്. അപ്പോൾ മൗണ്ടൻ നല്ല തെളിഞ്ഞ് വരുന്നതേ ഉള്ളൂ. നമ്മൾ ഒട്ടും സമയം കളയുന്നില്ല. എന്നാണെങ്കിലും ഈ മിഡിൽബർഗ് അല്ലെങ്കിൽ ഈ ടൗണിൻ്റെ ബ്യൂട്ടി മൊത്തം ഒപ്പിയെടുത്ത് ഈ എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പം ഇതിൻ്റെ അകത്തോടെ ഒത്തിരി സ്ട്രീംസ് അങ്ങനെ എല്ലാം ഒഴുകുന്നുണ്ട്. ഇതൊക്കെ നോക്കി, എന്താ ഇവിടുത്തെ ഒരു ആംബിയൻസ് നോക്കിയോ. സിയാനെ, യു അണ്ടർസ്റ്റാൻഡ് മോർ ഡേയ്സിയാ? എല്ലായിടത്തും അവൻ പറയുന്നത് ഇറ്റ് ഇസ് ടു ഷോർട്ട് എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് എല്ലായിടത്തും അങ്ങനെ ഒരു ട്രിപ്പല്ല ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ട്രിപ്പ്. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ പ്രൊവിൻസിലും ഓടിയെത്തണം. എല്ലാ പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്ത്യയുടെ ഏതാണ്ട് ഒരു 65-70% മുഴുപ്പുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കണമെങ്കിൽ പോലും നമുക്ക് എന്തോ ഒരു സമയം എടുക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അതുപോലെ അതിന് മാത്രം ഇവർക്ക് സ്കൂൾ ഹോളിഡേയ്സ് അല്ല, സ്കൂളിൽ നിന്ന് നമുക്ക് ലീവ് എടുത്ത് മാറി നിൽക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ അധികം ടച്ച് ചെയ്യാത്ത മേഖലയാണ് ഇപ്രാവശ്യം കൂടുതലും എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ഏരിയ നമ്മൾ വിചാരിക്കും ഞാൻ കാണാത്ത ഒരു ഏരിയയും ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കയിൽ നീ ഡാർക്കൻസ്ബർഗ് മൗണ്ടൻ പോകണം, അവിടെയൊക്കെ നല്ല സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും വരാനുള്ള ഒരു സാഹചര്യം ഒന്നും ഒത്തു വന്നില്ലായിരുന്നു. ഇപ്പോഴേതൊക്കെയാലും ഒരു അവസരം കിട്ടി. സിയാനെ, നിൻ്റെ അതർ ഫ്രണ്ട്സ് ഇതാ പഠിക്കുന്നു. ഇച്ചിരി മാറിയോ? ഇച്ചിരി പേടിയുണ്ടോ അവന് അങ്ങനെ? അപ്പം ഇവിടെ പിള്ളേർക്ക് നല്ല പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനൊന്ന് കയറി കാണിച്ചു തരാം. ഇല്ല, ഫാമിലിയാണ് കൂടുതലും വരുന്നത്. ഇതുണ്ടോ, നല്ല എവിടെ നോക്കിയാലും നല്ല ക്ലീൻ സ്ട്രീം വെള്ളം ഒഴുകുന്നുണ്ട്. അതിനുള്ള കാരണം വേറെ ഒന്നുമില്ല. അതുകൊണ്ടോ പിള്ളേർക്കൊക്കെ എന്തോരം പാർക്ക് ഏരിയ ഒക്കെയാണെന്നറിയോ കളിക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഇവിടേക്ക് 3 ദിവസത്തേക്കൊക്കെയാണ് എല്ലാവരും വന്ന് നിൽക്കുന്നത്. പിന്നെ ഹോഴ്സ് റൈഡ്, ഹെലികോപ്റ്റർ റൈഡ്, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. സ്വിമ്മിംഗ് പൂളും പരിപാടിയും അങ്ങനെ എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ മതി, എല്ലാ സംഭവം ഉണ്ട്. അപ്പം നമ്മളിനി സമയം കളയുന്നില്ല. പല ഓപ്ഷൻസ്. രാവിലെ നമുക്ക് വേണമെങ്കിൽ ഹോഴ്സ് റൈഡ് ഉണ്ട്. അതായത് ഇവിടുത്തെ ഹിൽ ടോപ്പുകളിലേക്കൊക്കെ നമുക്ക് ഫാമിലി ആയിട്ട് പോവാം, ഹോഴ്സ് റൈഡ് പോവാം, ട്രയൽസ് എടുക്കാം, വാട്ടർഫോൾസ് കാണാൻ പോവാം, പാർക്കിൽ സ്പെൻഡ് ചെയ്യാം. പിന്നെ എപ്പോഴും സൂപ്പർവിഷനും പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടോ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അടിപൊളി സംഭവം. അപ്പം നമ്മൾ സ്റ്റേ ചെയ്ത ഡാർക്കൻസ് പീക്ക് മൗണ്ടൻ റിസോർട്ടിനോട് ബൈ പറയേണ്ട സമയമായി. അപ്പോൾ ഇറ്റ്സ് ടൈം ടു സേ ബൈ. ഹലോ, നിങ്ങൾ റെഡിയാണോ അടുത്ത ഡെസ്റ്റിനേഷൻ? സിയാനെ, നീ നിൻ്റെ ഫ്രണ്ട്സിനെ കണ്ടടാ. അവിടെ കുറേ താറാവല്ല, സ്വാൻസ് അത് അതാണോ അത് വേറെന്തോ ആണോ? അത് താറാവ് ഇനത്തിൽപ്പെട്ട കുറേ സംഭവങ്ങളൊക്കെ കണ്ടു. എന്നാണെങ്കിലും 2 ബിഗ് ഡോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ്. അപ്പം നമ്മൾ ഇനി ഇവിടുത്തെ സിറ്റി ടൂറും, സിറ്റി എന്നൊന്നും പറയാൻ പറ്റിയല്ലോ കേട്ടോ, നല്ല കൺട്രി സൈഡ് ഒരു റോഡ് ട്രിപ്പും. സാൻസി എവിടെയൊക്കെ പോകണം? ഹാക്ക് ചെയ്യണം. ബട്ട് ഹോഴ്സ് റൈഡിങ് ഇവിടെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ റെയിൻ ആയതുകൊണ്ടാണ്. നമുക്ക് ഏതൊക്കെയാലും ഇവിടുത്തെ സ്ട്രീറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടുത്തെ നമുക്ക് കുറച്ച് ഗ്രോസറി മേടിച്ച് വെക്കാം. വണ്ടിക്ക് അത് സാധനങ്ങളെല്ലാം തീർന്നു അല്ലേ? ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. എല്ലാ സംഭവങ്ങളും എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇതുണ്ടോ എന്താ നേച്ചർ എത്ര ബ്ലെസ്ഡ് ആണെന്ന് നോക്കണം കേട്ടോ. ഡാർക്കൻസ്ബർഗ് മൗണ്ടനിൽ ഇങ്ങനെ മൗണ്ടൻസ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മൾ കാണുന്നുണ്ടോ, നമ്മൾ ഇങ്ങോട്ട് കയറുന്ന എൻട്രൻസിൽ തന്നെ കാണുന്നത് ഇത് ഒരു വേറൊരു ഇമ്പാല ടൈപ്പ് ഒരെണ്ണം. ഇമ്പാലയാണോ നോർമൽ മാനു പോലത്തെ ഒരെണ്ണം. ഇപ്പുറത്ത് ഒരെണ്ണം വേറൊരു സംഭവം പോകുന്നുണ്ടോ, ഇത് ഏതാണെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ അപ്പുറത്ത് ഇതാ സ്പ്രിംഗ് ബോക്ക് ഒരെണ്ണം നിൽക്കുന്നു. അതിൻ്റെ പുറകിൽ മൗണ്ടൻ അടിപൊളി. ഇത് ഡാർക്കൻസ്ബർഗ് മൗണ്ടൻ അതിൻ്റെ അപ്പുറത്ത്. അപ്പം ഇവിടെ പല ഫേമസ് ആയ പല സംഭവങ്ങളും ഉണ്ട്. ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒരു ഡ്രൈവ് എടുക്കുവാണ്. എത്രയാ പ്രോപ്പർട്ടികളെന്ന് അറിയുക. എങ്ങോട്ട് നോക്കിയാലും
നമുക്ക് ഇഷ്ടം പടിയുണ്ട്. നമുക്ക് ചുമ്മാ ഒരു പ്രോപ്പർട്ടിക്ക് ഉള്ളിലോട്ടൊക്കെ ഒന്ന് കയറി നോക്കാം. ചിലപ്പോൾ ഏത് പ്രോപ്പർട്ടിക്ക് ഉള്ളിലോട്ട് കയറിയാണെങ്കിലും നമുക്ക് ഇഷ്ടം പടി വിഷ്വൽസാണ്. അപ്പം ഞാനിങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ചുമ്മാ ഒന്ന് ഡ്രൈവ് അറൗണ്ട് എടുക്കും. ഇത് അടുത്തത് ഇങ്ങനെ ഓരോ പ്രോപ്പർട്ടികളാണ്. എല്ലാം നിൽക്കുന്നത് ഈ ബ്യൂട്ടിഫുൾ മൗണ്ടൻ റേഞ്ചിൻ്റെ താഴെയാണ്. ഇവിടുത്തെ പ്രോപ്പർട്ടികളൊക്കെ ഒന്ന് കാണണമെങ്കിൽ ഇതുണ്ടോ, ഞാൻ ചുമ്മാ ഒന്ന് മുകളിലോട്ട് വന്നാൽ ഇതൊക്കെ ഓരോ സ്റ്റേകളാണ്. ഇങ്ങനെ കറങ്ങി കറങ്ങി വരുമ്പോൾ ഈ വാലി ഇങ്ങനെ നമുക്ക് മുകളിൽ നിന്ന് നോക്കി കാണാൻ പറ്റും. അപ്പം ശരിക്കും മൗണ്ടൻ ഇതിൻ്റെ പുറകിലാണ്, ഈ മഞ്ഞ് വീണ് കിടക്കുന്നിടത്താണ് മൗണ്ടൻ വരുന്നത്. പക്ഷെ അത് തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ. കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും ആ മൗണ്ടൻ്റെ ഫുൾ ബ്യൂട്ടി നമുക്ക് കിട്ടും. ഇത് കണ്ടോ, ഇവിടെ നമുക്ക് കാണാം, കുറച്ചൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മഞ്ഞ് മൂടി വരുന്ന മൗണ്ടൻ ഇങ്ങനെ കയറി വരുന്നേ ഉള്ളൂ. അതിൻ്റെ ഇവിടെയൊക്കെ ഓരോ വീടുകളൊക്കെ ഇരിക്കുന്നത് കണ്ടോ, എന്ത് രസമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതെന്നറിയോ. അപ്പോൾ ഇവിടെ നല്ല വാട്ടർഫോളുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ നമുക്ക് ഹൈക്ക് ചെയ്യേണ്ടവർക്കൊക്കെ അങ്ങനെയൊക്കെ പോയി ഹൈക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ നല്ലൊരു വാട്ടർഫോളുണ്ട്. ഇതുണ്ടോ, അതാ ഒരു വാട്ടർഫോൾ. അതിൻ്റെ ഇതിവിടെ വെള്ളം വീഴുന്ന ഒച്ച നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതുണ്ടോ, അവിടെ ഒരു വാട്ടർഫോളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഹൈക്ക് ചെയ്ത് വേണമെങ്കിൽ അവിടെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫോട്ടോ സെഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക അല്ലേ. എന്താ സൂപ്പർ സ്ഥലം അല്ലേ ഡാളി? അതെ അല്ലേ, അതുപോലത്തെ സ്ഥലങ്ങളാണ്. എന്ത് രസമുള്ള സ്ഥലമാണെന്നറിയോ. നമ്മൾ ആ താഴോട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വാലിയിലോട്ട് നോക്കി നിന്നാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് മൗണ്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നൊന്ന് എത്തി നോക്കിയിട്ട് പോവും. ഇതുണ്ടോ, മൗണ്ടൻ ഞങ്ങൾക്ക് ഫുള്ള് കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ലെയറേ കിട്ടുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്താണ് മൗണ്ടൻ നിൽക്കുന്നത്. അപ്പം ഈ മഞ്ഞൊന്ന് മാറണം. അപ്പോൾ ഞങ്ങൾ കുറച്ച് മണിക്കൂറും കൂടെ ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യാം, എന്നാലും നമുക്ക് അതിൻ്റെ ഫുൾ ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടി ഒരു ഹൈ സ്പോട്ടിൽ കൊണ്ട് നിർത്തിക്കുക. ഇതൊരു വൺ സൈഡ് മാത്രം കേട്ടോ. ഇനി ഇതിൻ്റെ എന്തോരം കിടക്കുമെന്ന് പറഞ്ഞാൽ എന്തോരം കിടക്കും, അത്രയും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക. ഇനി നമുക്ക് മറ്റേ ഇവിടെ ലിറ്റിൽ സ്വിറ്റ്സർലാൻഡിലൊന്ന് പോവാം അല്ലേ. അതെ അതെ, ഇവിടെ ഒരു റിസോർട്ട് തന്നെയുണ്ട്, ലിറ്റിൽ സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ട് തന്നെയുണ്ട്. അവിടെ പറ്റുമെങ്കിൽ ആ ബൗണ്ടറി കൂടെ നമുക്ക് കിടക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണാം. എന്നാണെങ്കിലും ഞങ്ങൾ നല്ല ഫോട്ടോസൊക്കെ എടുത്ത് അല്ലേ, നല്ല സൂപ്പറായിട്ടുള്ള സ്ഥലം, നല്ല റോഡ്. ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ കിടക്കുക, അങ്ങ് താഴെ വരെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്ന മുമ്പ് നമുക്ക് ഈ ഒന്നും കൂടെ ഈ വ്യൂ ഒന്ന് വെക്കാം. അടിപൊളി. ചുമ്മാ ഡ്രൈവ് റൗണ്ടിന് മാത്രമായിട്ട് വന്നാലും മതി, ഒരു റിസോർട്ടും വേണ്ട. ജസ്റ്റ് ഒരു റിസോർട്ടിലും കയറണ്ട, റോട്ടിൽ കൂടെ ചുമ്മാ ഡ്രൈവ് ചെയ്താൽ മാത്രം മതി. എന്നാ സന്ധ്യ, തണുപ്പുണ്ടോ? അതിന് മാത്രം തണുപ്പൊന്നുമില്ല. ലെസോത്തോടെ അത്രയില്ലല്ലേ. അപ്പം നിങ്ങൾ ലെസോത്തോടെ ഞങ്ങളുടെ എപ്പിസോഡ് കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടോ കേട്ടോ. അത് നല്ല തണുപ്പായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ മൗണ്ടൻ്റെ അപ്പുറം കേട്ടോ, വേറെ എവിടെയല്ല. ഇത് ഈ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നില്ലേ, ആ മഞ്ഞ് കാണുന്നില്ലേ, അതിന് മുകളിലോട്ടുള്ളതാണ് ലെസോത്തോ. അവിടെ ഞങ്ങൾ പോയപ്പോഴേക്കും കളി മാറി. ഇതിവിടുത്തെ സമ്മറാണ്, എന്നിട്ടാണ് ഇത്രയും തണുപ്പ്. അപ്പം ഞങ്ങൾ ആഫ്രിക്കയിലെ സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആഫ്രിക്കയിലെ സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡിനെ ഉറപ്പിക്കുന്ന എല്ലാ സംഭവമുണ്ട്. അപ്പം നമുക്ക് താഴേന്ന് ഇഷ്ടം പടിയുള്ള വണ്ടികളാണ് കയറി വരുന്നത്. അപ്പം അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. സാൻസിയ, നീ കാണുന്നുണ്ടോ ഡാർക്കൻസ്ബർഗ് ബോയ്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടോ? സ്ക്വയർ സ്കൂൾ ഇതുണ്ടോ, ഇവിടെയുണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ എൻട്രി വരുന്നത്. എന്താ സാൻസിയ, നിനക്കറിയാവോ? It's a big thing. No, it's a big thing, yeah. സൗത്ത് ആഫ്രിക്കയിലെ ആണുങ്ങൾ ബോയ്സ് ആണെന്നു അല്ലേ ഏറ്റവും നന്നായി പാട്ട് പാടി. കൊയർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇംഗ്ലീഷ് കൾച്ചറാണെന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ പാട്ടൊക്കെ സിംഗിങ്. അപ്പോൾ അത് ഇവിടുത്തെ അങ്ങനെയുള്ളവർക്ക് ടാലൻ്റ് ഉള്ളവർ വന്ന് പഠിക്കുന്ന സ്കൂൾ പിന്നെ ക്യാമ്പസാണ്. അപ്പോൾ ഇവർ വേൾഡിൽ ഉള്ള പിന്നെ എല്ലാം ജേണി ചെയ്യും. എല്ലാവരും ഇപ്പോൾ ന്യൂസിലൻഡിൽ, നെതർലൻഡിൽ ഒക്കെ പോയിട്ട് ഇവർ കോമ്പറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സ്കൂളാണ്. അപ്പോൾ അവർക്ക് പഠിക്കുന്ന സ്കൂളിൻ്റെ ആംബിയൻസ് ഈ സ്ഥലത്ത് വന്ന് പഠിക്കുക. ലക്കിയാണ് അത്, ലക്ക്. പക്ഷേ ആണോടാ?
പോടാ, നിന്നെ വിട്ടാലോടാ, നീ ഒന്ന് പാടിക്കടാ സരിഗമ. ഇത് സരിഗമ അല്ലല്ലേ സഞ്ജ? Yeah. Sian keep saying sa sa sa. സാ സാ സാ. ഇവിടെ ഒത്തിരി എന്താ പറയാ, ഗോൾഫ് കോഴ്സുകൾ, പിന്നെ ലക്ഷറീസ് ആയിട്ടുള്ള ടൂറിസം, അത് അല്ലെങ്കിൽ ഇവിടെ ഫാൽക്കൺ, അത് ലക്ഷറിയാന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല, പക്ഷേ പിന്നെ കഴുകന്മാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അല്ലേ, ഫാൽക്കൺ എന്ന് പറഞ്ഞാൽ അതല്ലേ സഞ്ജ? Yes. അങ്ങനെ അത് അങ്ങനെയൊക്കെയുള്ള ഇഷ്ടംപടി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇപ്പം വെർട്ടിക്കൽ ഡൈവ് എന്ന് പറഞ്ഞിട്ട് ബഞ്ചി ജമ്പ് പോലെ, അതുപോലെ നമ്മൾ എവിടെ നോക്കുവാണെങ്കിലും കോട്ടേജ് അല്ലെങ്കിൽ പിന്നെ റിസോർട്ട്, സ്പായ്, എന്ത് വേണ്ട നാച്ചുറൽ എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലെ ഞാൻ കഴിഞ്ഞ നാൾ വന്നപ്പോൾ വാഗമൺ ഒന്ന് പോയി. വാഗമൺ നല്ല പ്ലേസാണ്, പക്ഷേ ഒരു മുട്ടിന് കോട്ടേജുകളാണ്, പക്ഷേ എല്ലാവരും കുഞ്ഞു കുഞ്ഞു പ്രോപ്പർട്ടി. അങ്ങനെയല്ല ഇവിടെ ഇവർ ആ ഓപ്പൺ ലാൻഡ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ആ പ്രോപ്പർട്ടികളൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടുത്തെ വേറൊരു റിസപ്ഷൻ ഒന്ന് നോക്കിയതാണ്, കയറി നോക്കിയതാണ്, ഒരു എന്താ ആംബിയൻസ് എന്നൊന്ന് അറിയാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് കയറി നോക്കിയതാണ്. ചിൽഡ്രൻസ് പ്ലേ, ഒരു 20 കിലോമീറ്ററേ ഉള്ളൂ, നമുക്കൊന്ന് ഡ്രൈവ് അറൗണ്ട് ചെയ്യാം. ഇവിടെ ശാലയുണ്ട്. നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ നമ്മൾ അക്കോമഡേഷൻ നോക്കിയായിരുന്നു. നേരെ എനിക്ക് തോന്നുന്ന വേറെ എന്തോ മറ്റേ ഇന്നലെ നമുക്ക് അന്നേരം അവർ കുറച്ചും കൂടെ ക്ലോസ് ആയതുകൊണ്ട് നമ്മൾ മറ്റേത് എടുത്തത് അല്ലേ.